ഹലോ എവരി വൺ, BEGLA 135-ന്റെ ഈ ഒരു ക്രാഷ് കോഴ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഡയലോഗ് റൈറ്റിംഗ്. ഓക്കെ, നമുക്കറിയാം പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് നടത്തുന്ന ആളുകൾക്ക് അറിയാൻ സാധിക്കും ഡയലോഗ് റൈറ്റിംഗ് അല്ലെങ്കിൽ കോൺവെർസേഷൻ പ്രിപ്പറേഷൻ ഇവ റെഗുലർ ആയിട്ട് ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഹൗ ടു പ്രിപ്പയർ ഡയലോഗ്. അല്ലെ, ഡയലോഗ് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്, എന്തൊക്കെ കാര്യങ്ങളാണ് ഡയലോഗ്സ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഉൾക്കൊള്ളിക്കേണ്ടത്, അതുപോലെ തന്നെ ആദ്യം തന്നെ എങ്ങനെയാണ് ഈ ഒരു ക്വസ്റ്റ്യൻസ് വരാറുള്ളത് എന്ന് നമുക്ക് നോക്കാം. ജൂൺ 2022 ടേം ആൻഡ് എക്സാമിനേഷന് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ നോക്കാം നമുക്ക്. റൈറ്റ് ഡയലോഗ് ബിറ്റ്വീൻ എ കൗൺസിലർ ആൻഡ് യുവർ സെൽഫ് അബൌട്ട് ഹൗ ടു അപ്പിയർ ഫോർ എക്സാമിനേഷൻ വിത്ത് കോൺഫിഡൻസ്. ടേക്ക് അബൌട്ട് 10 ടേൺസ്. അപ്പോൾ ശ്രദ്ധിക്കാം, ഈ ഒരു കോൺവെർസേഷൻ ആണ്, ഡയലോഗ്സ് ആണ് ബിറ്റ്വീൻ യു ആൻഡ് അക്കാഡമിക് കൗൺസിലർ. അല്ലെ, ഇഗ്നോ അക്കാഡമിക് കൗൺസിലറുമായിട്ട് നിങ്ങളോട് സംസാരിക്കുന്ന, അല്ലെ, അക്കാഡമിക് കൗൺസിലറുമായിട്ട് നിങ്ങൾ സംസാരിക്കുന്ന ഒരു കോൺവെർസേഷൻ പ്രിപ്പയർ ചെയ്യാനാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഇവിടെ അറ്റ്ലീസ്റ്റ് ദർ വിൽ ബി 10 ടേൺസ്. അപ്പൊ ശ്രദ്ധിക്കാം, ഒരാള് തന്നെ 10 ടേൺസ് മിനിമം ഉണ്ടായിരിക്കണം. 10 മാർക്സ് ആണ് ഈ ഒരു കോൺവെർസേഷന് വരുന്നത്. അപ്പൊ ടോട്ടൽ ഒരു 20 എക്സ്ചേഞ്ച് ഉണ്ടായിരിക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഒരു കോൺവെർസേഷൻ അല്ലെങ്കിൽ ഡയലോഗ്സ് നിങ്ങൾ പ്രിപ്പയർ ചെയ്യേണ്ടത് നോക്കാം. അപ്പൊ ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത് ഐഡന്റിഫൈ പർപ്പസ്. അല്ലെ, അപ്പോൾ ഏത് ക്വസ്റ്റ്യൻ പേപ്പറും കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്, എന്ത് പർപ്പസിലാണ്, എന്ത് ഉദ്ദേശത്തിലാണ് അവർ കോൺവെർസേഷൻ നടത്തുന്നത്. അല്ലെ, കോൺവെർസേഷൻ നടത്തുന്നതിന്റെ പിന്നിലുള്ള ഉദ്ദേശ ലക്ഷ്യം എന്താണ് എന്നുള്ളത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇവിടെ ഈ ഒരു ക്വസ്റ്റ്യൻസ് കണ്ടാൽ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. റൈറ്റ് എ ഡയലോഗ് ബിറ്റ്വീൻ എ കൗൺസിലർ ആൻഡ് യുവർ സെൽഫ് അബൌട്ട് ഹൗ ടു അപ്പിയർ ഫോർ എക്സാമിനേഷൻസ് വിത്ത് കോൺഫിഡൻസ്. അപ്പൊ ഇവിടെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഇതാണ്, നിങ്ങൾ ഡിസ്കസ് ചെയ്യേണ്ട കാര്യം ഇതാണ്, ഡിസ്കഷന്റെ പർപ്പസ് ഇതാണ്. നിങ്ങൾ എങ്ങനെ എക്സാമിന് അപ്പിയർ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ എക്സാം എഴുതുന്ന സമയത്ത് കൂടുതൽ കോൺഫിഡൻസോട് കൂടിയിട്ട് എങ്ങനെ എക്സാം ഹാളിലേക്ക് പോവാം എന്നുള്ള ടോപ്പിക്കാണ്. അപ്പൊ ഈ ഒരു കൗൺസിലറുടെ അടുത്ത് നിന്നും ഇദ്ദേഹത്തിന് കിട്ടേണ്ടത് ടിപ്സുകളാണ്, കുറച്ച് പോയിന്റ്സുകളാണ്, ഐഡിയാസ് ആണ്, എങ്ങനെ എക്സാമിനേഷന് കോൺഫിഡൻസോട് കൂടി പോവാൻ സാധിക്കും. അല്ലെ, അപ്പൊ കോൺഫിഡൻസോട് കൂടിയിട്ട് എക്സാം ഹാളിൽ കയറുന്നതിന് അല്ലെങ്കിൽ എക്സാമിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള ചില ടിപ്സുകളാണ്, എക്സാം ഹാളിൽ കംഫർട്ടബിൾ ആവാൻ വേണ്ടിയിട്ടുള്ള ചില ടിപ്സുകളാണ് അദ്ദേഹം ചോദിക്കുന്നത്. അപ്പൊ ആ ഒരു കോൺവെർസേഷനിൽ ഉടനീളം റിഫ്ലക്ട് ചെയ്യേണ്ടത് എന്തായിരിക്കും, എങ്ങനെ കോൺഫിഡൻസോട് കൂടി ക്ലാസ്സിലേക്ക് പോകാം എന്നുള്ള ഒരു ഡിസ്കഷൻ ആണ് ആ ഒരു കോൺവെർസേഷനിൽ നടക്കേണ്ടത്. നെക്സ്റ്റ് വൺ, നോ യുവർ ഓഡിയൻസ്. അല്ലെ, അപ്പൊ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും ആരുമായിട്ടാണ് നമ്മൾ കോൺവെർസേഷൻ നടത്തുന്നത്, ഡയലോഗ്സ് ഷെയർ ചെയ്യുന്നത് എന്ന് നോക്കണം. അതിനനുസരിച്ചായിരിക്കണം നമ്മുടെ എക്സ്പ്രഷൻസ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. ഇവിടെ നമുക്കറിയാം ഒരു അക്കാഡമിക് കൗൺസിലറുമായിട്ടാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത്, നിങ്ങൾ കോൺവെർസേഷൻ ഡയലോഗ്സ് ഷെയർ ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ അവിടെ ഉപയോഗിക്കുന്ന എക്സ്പ്രഷൻസ് ഒക്കെ ചിലപ്പോൾ നമ്മൾ ഗ്രീറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. അല്ലെ, ഹായ്, ഹലോ, ഗുഡ് മോർണിംഗ്, അല്ലെ, ഇങ്ങനെ പല എക്സ്പ്രഷൻസ് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അപ്പോ നമ്മൾ ആരാണോ നമ്മുടെ ഓഡിയൻസ്, അപ്പൊ ടീച്ചേഴ്സ് ഒക്കെ ആവുന്ന സമയത്ത് ഹായ് എന്നും നമ്മൾ ഒരിക്കലും യൂസ് ചെയ്യാൻ പാടില്ല. അല്ലെ, വി ഹാവ് ടു ബി മോർ ഫോർമൽ ഇൻ സച്ച് കോണ്ടെക്സ്റ്റ്. അല്ലെ, അത്തരത്തിൽ കോണ്ടെക്സ്റ്റ് നമ്മൾ കൂടുതൽ ഫോർമൽ ആയാൽ മതിയാവുള്ളൂ. അല്ലെ, അപ്പൊ നമ്മൾ ഗുഡ് മോർണിംഗ് സർ, അല്ലെ എന്നൊക്കെ ആയിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, കോൺവെർസേഷൻ സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അപ്പൊ നമ്മൾ ഓഡിയൻസിനെ അറിഞ്ഞിട്ടായിരിക്കണം നമ്മൾ കോൺവെർസേഷൻ പ്രിപ്പയർ ചെയ്യേണ്ടത്. പിന്നെ മറ്റൊരു കാര്യം, ഫ്രെയിം ക്വസ്റ്റ്യൻസ്. അല്ലെ, ക്വസ്റ്റ്യൻസ് ഫ്രെയിം ചെയ്യണം. ഇവിടെ നമുക്കറിയാം എക്സാം ഹാളിൽ കംഫർട്ടബിൾ ആവാൻ വേണ്ടിയിട്ടുള്ള ടിപ്സുകളാണ്. അല്ലെ, അപ്പം ആ ഒരു ആൻസേഴ്സ് ലഭിക്കുന്ന ടിപ്സുകൾ കിട്ടാൻ വേണ്ടിയിട്ട് ഏതൊക്കെ രൂപത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഫ്രെയിം ചെയ്യേണ്ടത്, അതുപോലെ തന്നെ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന സമയത്ത് എങ്ങനെ ഏതൊക്കെ എക്സ്പ്രഷൻസ് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും, അതൊക്കെ നമ്മൾ ഈ ഒരു കോഴ്സിന്റെ ലാസ്റ്റ് ഭാഗത്ത് അല്ലെങ്കിൽ ഒരു ക്ലാസിന്റെ ലാസ്റ്റ് പാർട്ടിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പം എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് ഫ്രെയിം ചെയ്യേണ്ടത്, അതുപോലെ തന്നെ സെലക്ട് എക്സ്പ്രഷൻസ് ഫോർ ഗ്രീറ്റിംഗ്. അല്ലെ, ഗ്രീറ്റിംഗ് എന്നില്ല, അല്ലെ, നമ്മൾ ആളുകളോട് റിക്വസ്റ്റ് ചെയ്യുന്ന സമയത്ത്, അതുപോലെ തന്നെ ഗ്രീറ്റ് ചെയ്യുന്ന സമയത്ത്, ഫെയർവെൽ ചെയ്യുന്ന സമയത്ത്, അല്ലെ, കൂടുതൽ ക്ലാരിഫൈ ചെയ്യുന്ന സമയത്ത്, ക്ലാരിഫിക്കേഷൻ ചോദിക്കുന്ന സമയത്തൊക്കെ നമ്മൾ ഒരുപാട് ഡിഫറെന്റ് ആയിട്ടുള്ള എക്സ്പ്രഷൻസ് ഉപയോഗിക്കേണ്ടതായിട്ടുണ്ട്. അല്ലെ, കാരണം കോൺവെർസേഷൻ ആർക്കും പ്രിപ്പയർ ചെയ്യാം, അത് അത്രത്തോളം ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. പക്ഷെ നല്ല മാർക്ക് സ്കോർ ചെയ്യുന്ന കോൺവെർസേഷൻ ഡയലോഗ്സ് എന്ന് പറയുന്നത് അതിൽ കറക്റ്റ് പ്രോപ്പർ ആയിട്ടുള്ള എക്സ്പ്രഷൻസ് ഉണ്ടായിരിക്കും, ഫോർമൽ ആയിട്ട് ഉള്ള എക്സ്പ്രഷൻസ് ഉണ്ടായിരിക്കും. അല്ലാതെ സാധാരണ നമുക്ക് ആർക്കും കോൺവെർസേഷൻ എഴുതാൻ സാധിക്കും, അതിനൊരു മിനിമം മാർക്സും ലഭിക്കും. പക്ഷെ അതല്ല നമ്മുടെ ഉദ്ദേശം. നല്ല മാർക്ക് സ്കോർ ചെയ്യുക. നല്ല മാർക്ക് സ്കോർ ചെയ്യണമെങ്കിൽ നമ്മുടെ സെലക്ഷൻ ഓഫ് വേർഡ്സും എക്സ്പ്രഷൻസും ഒക്കെ എന്തായിരിക്കണം, വളരെ ആപ്റ്റ് ആയിരിക്കണം, ഫോർമൽ ആയിരിക്കണം. ഓക്കെ, അപ്പൊ നമുക്ക് 1 by 1 ആയിട്ട് നോക്കാം. ഫസ്റ്റ് എക്സ്പ്രഷൻ ആണ്
അപ്പോൾ എന്തൊക്കെ എക്സ്പ്രഷൻസ് ആണ്, എന്തൊക്കെ വേർഡ്സുകളാണ്, എന്തൊക്കെ ഫ്രേസുകളാണ് നമ്മൾ കോൺവെർസേഷൻ ഡയലോഗ്സ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഉപയോഗിക്കേണ്ടത് എന്നുള്ളതാണ്. അപ്പൊ നമുക്കറിയാം, നമ്മളൊരു കോൺവെർസേഷൻ ഒരാളെ നമ്മൾ ഫസ്റ്റ് മീറ്റ് ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് നമ്മൾ ചെയ്യുന്നത് ഗ്രേറ്റ് ചെയ്യാനുള്ളതാണ് അല്ലെ. അപ്പൊ നമ്മൾ ഗ്രേറ്റ് ചെയ്യാണ്, അതുപോലെ തന്നെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാണ് ഒരാളുടെ ഫസ്റ്റ് മീറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ അല്ലെ. അപ്പൊ നമ്മൾ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന എക്സ്പ്രഷൻസ് ആണ്, ഗ്രേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന എക്സ്പ്രഷൻസ് ആണ് ഹലോ, ഹായ് ദേർ, നൈസ് ടു മീറ്റ് യു, ഹേയ്, ഹൗ ഇസ് ഇറ്റ് ഗോയിങ്, ഗുഡ് മോർണിംഗ്, ഗുഡ് ആഫ്റ്റർനൂൺ, ഗുഡ് ഈവനിങ്. ഹേയ്, ഹൗ ഇസ് ഇറ്റ് ഗോയിങ് എന്നൊന്നും അതൊന്നും ഫോർമൽ എക്സ്പ്രഷൻസ് അല്ല, അത് ഇൻഫോർമൽ ആണ്. നമ്മൾ ഫ്രണ്ട്സിനോ അറിയുന്ന ആളുകളോടൊക്കെ അത്തരത്തിലുള്ള പല എക്സ്പ്രഷൻസ് ഉപയോഗിക്കാൻ പാടുള്ളൂ. ഫോർമൽ കോണ്ടെക്സ്റ്റ് ആണെങ്കിൽ ബെറ്റർ ടൈം ഫ്രെയിമിനനുസരിച്ച് ഗുഡ് മോർണിംഗ്, ഗുഡ് ആഫ്റ്റർനൂൺ, ഗുഡ് ഈവനിങ് ഇതൊക്കെ ആയിരിക്കും കുറച്ചും കൂടെ എന്നാവുക. ഹലോ, ഹായ് എന്നുള്ളതൊക്കെ ഇൻഫോർമൽ ആണ്. ഫോർമലായിട്ടും ഹലോ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ഹായ്, ഹേ എന്നുള്ളത് പക്ക ഇൻഫോർമൽ ആണ്. നിങ്ങൾ ഫോർമൽ കോണ്ടെക്സ്റ്റിൽ ബെറ്റർ എന്ത് ചെയ്യാം, ടൈം ഫ്രെയിം വെച്ചുകൊണ്ട് ഗ്രീറ്റ് ചെയ്യുന്നതായിരിക്കും. ഗുഡ് മോർണിംഗ്, ഗുഡ് ആഫ്റ്റർനൂൺ, ഗുഡ് ഈവനിങ് ഓക്കെ, അത്തരത്തിൽ ഉപയോഗിക്കുന്നതായിരിക്കും കുറച്ചും കൂടെ നന്നാവുക. ഇനി നമ്മൾ നോക്കുന്നത് എങ്ങനെ നമുക്ക് ഗ്രീറ്റ് ചെയ്തു അല്ലെ. ഗ്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സംസാരിക്കുന്ന സമയത്ത് നമുക്ക് അവരുമായിട്ട് സംസാരിക്കുന്നതിൽ ഒരു താല്പര്യം കാണിക്കണം അല്ലെ, ഒരു എൻഗേജ്മെന്റ് കാണിക്കണം, ഇൻട്രസ്റ്റ് കാണിക്കണം. അപ്പൊ എങ്ങനെ നമുക്ക് ആ ഒരു കോൺവെർസേഷനിൽ കൂടുതൽ ഇൻട്രസ്റ്റ് കാണിക്കാം, അല്ലെങ്കിൽ അവരുമായിട്ട് സംസാരിക്കുന്നതിൽ എൻഗേജ്ഡ് ആവുന്നുണ്ട് നമുക്ക് എങ്ങനെ ഫീൽ ചെയ്യിക്കാം എന്ന് വേണ്ടിയിട്ടുള്ള ചില എക്സ്പ്രഷൻസ് ആണ്. ഓക്കെ, അപ്പൊ ഗ്രീറ്റ് ചെയ്തു അല്ലെ, സംസാരം തുടങ്ങി, കോൺവെർസേഷൻ തുടങ്ങി, അതിൻ്റെ ഇടയ്ക്ക് ഒന്നും കൂടെ നമ്മുടെ കോൺവെർസേഷൻ ഒന്ന് ആക്റ്റീവ് ആക്കാൻ നമുക്ക് ചെയ്യാൻ പറ്റും. ടെൽ മീ മോർ അബൌട്ട് ദാറ്റ് അല്ലെ. ഇനിയിപ്പോ എന്തെങ്കിലും ടോപ്പിക് ഡിസ്കസ് ചെയ്തു അല്ലെ, എങ്ങനെ വരുന്ന സമയത്താണ് മനസ്സിലാവുന്നില്ല അല്ലെങ്കിൽ കൂടുതലായിട്ട് അറിയണം എന്നുണ്ടെങ്കിൽ ടെൽ മീ മോർ അബൌട്ട് ദാറ്റ് അല്ലെ, എന്താണെന്നുള്ളത് ബാക്കി ആഡ് ചെയ്യാം. ഐ വുഡ് ലവ് ടു ഹിയർ യുവർ തോട്ട്സ് അല്ലെ. അപ്പൊ സംസാരിക്കുകയാണ്, അപ്പൊ എവിടെയെങ്കിലുമൊക്കെ അദ്ദേഹം പോസ് ചെയ്ത് നിർത്തുകയാണെങ്കിൽ ഐ വുഡ് ലവ് ടു ഹിയർ യുവർ തോട്ട്സ് അല്ലെ. അതുപോലെ തന്നെ ഫാസിനേറ്റിംഗ് അല്ലെ, പറയുന്ന സമയത്തൊക്കെ ബൂസ്റ്റ് ചെയ്യും കേൾക്കുന്ന ആളുകളെ അല്ലെ. അതുപോലെ തന്നെ ദാറ്റ് ഈസ് റിയലി ഇൻട്രസ്റ്റിംഗ് അല്ലെ, ദാറ്റ് ഈസ് റിയലി ഇൻട്രസ്റ്റിംഗ് അല്ലെ. അപ്പൊ എന്തെങ്കിലും അദ്ദേഹത്തിന്റെ ഒരു ഐഡിയാസ് ഒക്കെ പറയുകയാണെങ്കിൽ, ഒരു നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ആരെങ്കിലും സജഷൻ ഒക്കെ തരികയാണെങ്കിൽ അവിടെ നമുക്ക് എന്ത് ചെയ്യാം, ഒരു റിപ്ലൈ കൊടുക്കാം, ദാറ്റ് ഈസ് റിയലി ഇൻട്രസ്റ്റിംഗ്. അപ്പൊ നോക്കുന്ന ആളുകൾ എന്ത് ചെയ്യണം, നമ്മുടെ ഈ എക്സ്പ്രഷൻസ് ഒക്കെ ഉണ്ട്, നമുക്കെല്ലാം അറിയാം, അല്ലെങ്കിൽ നമുക്കൊരു ഐഡിയ ഉണ്ട് എന്നുള്ളൊരു ഫീലിങ്സ് വരും. ഓക്കെ, മറ്റൊന്നാണ് എഗ്രിമെന്റ് അല്ലെ. അപ്പൊ നമ്മൾ കോൺവെർസേഷനിൽ നമ്മൾ ചില സമയങ്ങളിലൊക്കെ പോയിന്റ്സുകൾ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത്, ടോപ്പിക് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് അഗ്രി ചെയ്യേണ്ടതായിട്ട് വരും, ഡിസഗ്രി ചെയ്യേണ്ടതായിട്ട് വരും, സപ്പോർട്ട് ചെയ്യേണ്ടതായിട്ട് വരും അല്ലെ. അപ്പോൾ ഓപ്പോസിറ്റ് അഗെയിൻസ്റ്റ് സംസാരിക്കേണ്ടതായിട്ട് വരും. അപ്പൊ എങ്ങനെ നമുക്ക് എഗ്രിമെന്റ് കാണിക്കാം, ഒരു ടോപ്പിക്കിൽ അദ്ദേഹം പറഞ്ഞ ആ ഒരു വിഷയത്തിനോട് എങ്ങനെ അഗ്രി ചെയ്യാം. അപ്പൊ നോക്കൂ നിങ്ങൾ, ഐ അഗ്രി വിത്ത് യു, ഐ അഗ്രി വിത്ത് യു, അത് ഡയറക്റ്റ് യൂസേജ് ആണ്. ഐ അഗ്രി വിത്ത് യു, യു ആർ അബ്സല്യൂട്ട്ലി റൈറ്റ്, യു ആർ അബ്സല്യൂട്ട്ലി റൈറ്റ് അല്ലെ. അത്ര ക്ലീൻ ഷീറ്റ് ആണ്, ക്ലീൻ അഗ്രിമെന്റ് ആണ് അല്ലെ. മറ്റൊന്ന് ദാറ്റ് മേക്സ് സെൻസ് ടു മീ, ദാറ്റ് മേക്ക് സെൻസ് ടു മീ, ദാറ്റ് ലിറ്റിൽ ബിറ്റ് ഫൈൻ അല്ലെ, ആ രൂപത്തിലുള്ള ദാറ്റ് മേക്ക് സെൻസ് ടു മീ അല്ലെ. ഐ ആം ഓൺ ദ സെയിം പേജ്, ഞാൻ നീ പറഞ്ഞ അതേ ഐഡിയ കാഴ്ചപ്പാട് തന്നെയാണ് അല്ലെ, എന്റെ സ്റ്റാൻഡും സെയിം. ഐ കുഡിന്റ് അഗ്രി മോർ, ഐ കുഡിന്റ് അഗ്രി മോർ, ദറ്റ് ഈസ് ഓക്കെ, ഇത്രയൊക്കെ ഓക്കെ, ബട്ട് ഐ കനോട്ട് അഗ്രി എനി മോർ അല്ലെ, നമ്മൾ അങ്ങനെ പറയാറുണ്ട്, കുഡിന്റ് അഗ്രി. അപ്പൊ നിങ്ങൾ ഏതാണോ കോണ്ടെക്സ്റ്റ് വേണ്ടത് കോണ്ടെക്സ്റ്റ് വെച്ചിട്ട് ഉപയോഗിച്ചോളാം. ഓക്കെ, മറ്റൊന്ന് ഡിസഗ്രിമെന്റ്, എങ്ങനെ നമുക്ക് ഡിസഗ്രി ചെയ്യാം, ഒരാൾ പറഞ്ഞതിനെ നമുക്ക് എങ്ങനെ തട്ടിക്കളയാം. റൈറ്റ്, ഐ റെസ്പെക്ട്ഫുള്ളി ഡിസഗ്രി, ഐ റെസ്പെക്ട്ഫുള്ളി ഡിസഗ്രി ചെയ്യുന്ന സമയത്ത് ഒരു മീറ്റിങ്ങിലൊക്കെ ആകുമ്പോൾ നേരിട്ട് നമ്മൾ റിജക്ട് ചെയ്ത് കഴിഞ്ഞാൽ പ്രശ്നമാവും അല്ലെ. അപ്പൊ അദ്ദേഹം ഒരു പൊളൈറ്റ് രൂപത്തിലായിരിക്കണം നമ്മൾ ഡിസഗ്രി ചെയ്യേണ്ടത്. അതാണ് ഇവിടെ കാണുന്നത്, ഐ റെസ്പെക്ട്ഫുള്ളി ഡിസഗ്രി. ഐ എം നോട്ട് ഷുവർ, ഐ അഗ്രി വിത്ത് ദാറ്റ്, ഐ എം നോട്ട് ഷുവർ, ഐ അഗ്രി വിത്ത് ദാറ്റ് അല്ലെ. എത്ര ഒരു ഉറപ്പില്ല അത്, കാരണം ആ ഒരു പറയുന്ന കാര്യത്തോട് എന്തില്ല, അത്ര ഒരു താല്പര്യമില്ല, അല്ലെങ്കിൽ ആ ഒരു വിഷയത്തിനോട് അത്ര കൺഫേംഡ് അല്ല അല്ലെ. അങ്ങനെയാണ്. ഐ ഹാവ് എ ഡിഫറെന്റ് പെർസ്പെക്റ്റീവ്, ഐ ഹാവ് എ ഡിഫറെന്റ് പെർസ്പെക്റ്റീവ്, നിങ്ങൾ ഉദ്ദേശിക്കുന്ന രൂപത്തിലല്ല ഞാൻ അതിനെ കാണുന്നത്. ഐ ഹാവ് എ ഡിഫറെന്റ് പെർസ്പെക്റ്റീവ് അല്ലെ, എനിക്ക് അതിനെക്കുറിച്ച് മറ്റു കാര്യങ്ങളാണ് പറയാനുള്ളത്. ഐ ആം അഫ്രൈഡ്, ഐ കനോട്ട് ക്വൈറ്റ് അഗ്രി, ഐ ആം അഫ്രൈഡ് അല്ലെ, അതൊരു എക്സ്പ്രഷൻ ആണ്. എങ്ങനെ, ഒരു പൊളൈറ്റ്, വളരെ റെസ്പെക്റ്റോട് കൂടിയിട്ട് നമ്മൾ ഡിസഗ്രി ചെയ്യുന്ന ഒരു എക്സ്പ്രഷൻ ആണത്, നോട്ട് ചെയ്ത് വെച്ചോളാം. ഐ ആം അഫ്രൈഡ്, ഈ എക്സ്പ്രഷനൊക്കെ കണ്ട വാല്യൂ ചെയ്യുന്ന ആളുകൾക്ക് മനസ്സിലാവും ഈ എഴുതിയിട്ടുള്ള ആൾ അത്യാവശ്യം മരുന്നുള്ള ആളാണെന്നുള്ളത് തോന്നൽ വരും. ഐ ആം അഫ്രൈഡ്, ഐ കനോട്ട് ക്വൈറ്റ് അഗ്രി. ഐ ആം അഫ്രൈഡ് എന്നുള്ളത് ഡിസഗ്രിമെന്റിന് കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു എക്സ്പ്രഷൻ ആണ്. ഓക്കെ, ഇനി ആസ്കിങ് ഫോർ ക്ലാരിഫിക്കേഷൻ, എങ്ങനെ നമുക്കൊരു ക്ലാരിഫിക്കേഷനെ ചോദിക്കാം, കൂടുതൽ കുറച്ചും കൂടി ഒന്ന് ക്ലിയർ ആവാൻ, കുറച്ചും കൂടി എക്സ്പ്ലനേഷൻ ആവശ്യമാവുന്ന കോണ്ടെക്സ്റ്റിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒന്നാണ്. നോക്കാം, കുഡ് യു എലോബറേറ്റ് ഓൺ ദാറ്റ്, കുഡ് യു എലോബറേറ്റ് ഓൺ ദാറ്റ്. നെക്സ്റ്റ്,
ഐ ആം നോട്ട് ക്വൈറ്റ് ഫോളോയിങ് യു, ക്യാൻ യു എക്സ്പ്ലെയിൻ ഫർദർ. അപ്പൊ പറയുന്ന കാര്യങ്ങൾ എന്തോ ക്ലിയർ അല്ല. ചിലപ്പോൾ അദ്ദേഹത്തിന്റെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ആള് അല്ലെങ്കിൽ കോൺവെർസേഷൻ നമ്മുടെ സെക്കൻഡ് എൻഡിലുള്ള ആളിന്റെ ഒരു മിസ്റ്റേക്ക് ആവും, പക്ഷെ നമ്മൾ കേൾക്കാത്തതുകൊണ്ടാവാം. ഇനി ഏതായാലും ഐ ആം നോട്ട് ക്വൈറ്റ് ഫോളോയിങ് യു, ക്യാൻ യു എക്സ്പ്ലെയിൻ ഫർദർ. സോറി, ഐ ആം ബിറ്റ് കൺഫ്യൂസ്ഡ്. അല്ലെ പറയും, സോറി, ഐ ആം എ ബിറ്റ് കൺഫ്യൂസ്ഡ്, ക്യാൻ യു റിപ്പീറ്റ് ദാറ്റ്, ക്യാൻ യു റിപ്പീറ്റ് ദാറ്റ്. Can you break that down for me? Can you break that down for me? കുറച്ചും കൂടെ ഒന്ന് താഴോട്ട്, which means നേരത്തെ പറഞ്ഞൊന്നും കൂടെ പറയോ. Just to clarify, are you saying? Just to clarify, are you saying? ഇതൊക്കെ നമുക്ക് എന്ത് കൂടുതൽ എക്സ്പ്ലനേഷൻ ആവശ്യമായിട്ട് വരുന്ന സമയത്ത്, മനസ്സിലാവാത്ത സമയത്ത് ഒന്നും കൂടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി പറയുന്ന എക്സ്പ്രഷൻസ് ആണ്. ഓക്കെ, മറ്റൊന്ന് എക്സ്പ്രസിങ് അപ്രീസിയേഷൻ. എങ്ങനെ നമുക്ക് ഒരാളെ അപ്രീഷിയേറ്റ് ചെയ്യാം, അഭിനന്ദിക്കാം. താങ്ക് യു ഫോർ ഷെയറിങ് യുവർ ഇൻസൈറ്റ്. അല്ലെ, ഇപ്പൊ ഒരു കോൺവെർസേഷൻ ആണ്, കോൺവെർസേഷനിൽ നമ്മൾ അദ്ദേഹം ഇപ്പം നേരത്തെ ടീച്ചർ ആണെങ്കിലും അല്ലെങ്കിൽ കൊളീഗ്സ് ആണെങ്കിലും ഒക്കെ നമുക്ക് ഹെൽപ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു, അല്ലെ. അപ്പൊ അങ്ങനെ നമ്മൾ പറയും, താങ്ക് യു ഫോർ ഷെയറിങ് യുവർ ഇൻസൈറ്റ്. ഐ റിയലി അപ്രീഷിയേറ്റ് യുവർ ഇൻപുട്ട്. ഐ ആം ഗ്രേറ്റ്ഫുൾ ഫോർ യുവർ ഹെൽപ്പ്. കുറച്ചും കൂടെ ഒരു ഇന്റൻസിഫൈഡ് ആയിട്ട് കാണിക്കുകയാണെങ്കിൽ നമുക്ക് ഏത് ഉപയോഗിക്കാം, ഐ ആം ഗ്രേറ്റ്ഫുൾ ഫോർ യുവർ ഹെൽപ്പ്. യുവർ പെർസ്പെക്റ്റീവ് ഇസ് വാല്യുബിൾ. യുവർ പെർസ്പെക്റ്റീവ് ഇസ് വാല്യുബിൾ. ഓ, നിന്റെ കാഴ്ചപ്പാട് റിയലി വാല്യുബിൾ ആണ്. താങ്ക്സ് ഫോർ ടേക്കിംഗ് ദ ടൈം ടു എക്സ്പ്ലെയിൻ. അല്ലെ, അപ്പം അത് കുറച്ചും കൂടെ ഇതാണ് അല്ലെ. താങ്ക്സ് ഫോർ ടേക്കിംഗ് ദി ടൈം ടു എക്സ്പ്ലെയിൻ. അപ്പൊ ഇതിൽ ഏതെങ്കിലും ഒക്കെ 2-3 എണ്ണം നോട്ട് ചെയ്ത് വെച്ചോളാം. മറ്റൊന്നാണ് ഷോയിങ് എംപതി. നമ്മൾ എങ്ങനെ നമ്മളെ സിമ്പതി, എങ്ങനെ നമുക്ക് എംപതൈസ് ചെയ്യണം അല്ലെ. ആളുകളുടെ ഇഷ്യൂസ്, പ്രോബ്ലംസ് ഒക്കെ ഒരുപക്ഷെ കോൺവെർസേഷനിൽ വരുന്നതെങ്കിൽ നമുക്ക് എങ്ങനെ അദ്ദേഹത്തിനോട് എംപതൈസ് ചെയ്യാം അല്ലെ. ഇപ്പൊ സാധാരണഗതിയിൽ നമുക്ക് ചെയ്യാം, പക്ഷെ എങ്ങനെ പ്രോപ്പർ ആയിട്ടുള്ള എക്സ്പ്രഷൻസിലൂടെ നമുക്ക് എങ്ങനെ എംപതൈസ് ചെയ്യാം. ഐ അണ്ടർസ്റ്റാൻഡ് ഹൗ യു ഫീൽ അല്ലെ. ഇഷ്യൂസ് പറയാണ്, അപ്പൊ പറയാൻ ഐ നോ, ഐ അണ്ടർസ്റ്റാൻഡ് ഹൗ യു ഫീൽ അല്ലെ. ഇങ്ങനെ ഫീൽ ചെയ്യുന്ന എനിക്കറിയാം. ഐ ക്യാൻ ഇമാജിൻ ദാറ്റ് മസ്റ്റ് ഹാവ് ബീൻ ടഫ് അല്ലെ. അപ്പം ഭയങ്കര ട്രബിൾസം സിറ്റുവേഷനിലൂടെ കൂടെ ഒക്കെ കടന്നു വരുന്ന ആളെയാണ് നമ്മൾ കാണുന്നതെങ്കിൽ നമ്മൾ അവസാനത്തെ കൺസോൾ ചെയ്യും. ഐ ക്യാൻ ഇമാജിൻ, എനിക്ക് പറ്റും, ദാറ്റ് മസ്റ്റ് ഹാവ് ബീൻ ടഫ് ആണെന്ന് എനിക്കറിയാം. പക്ഷെ അതല്ലാതെ അല്ലെ എന്താണ് മാർഗം, വേറൊരു ഓപ്ഷൻ ഇല്ല നമുക്ക് അല്ലെ. ആ രൂപത്തിലൊക്കെ പറയാറുണ്ട്. ഐ ആം ഹിയർ ഫോർ യു ഇഫ് യു നീഡ് ടു ടോക്ക്. നമുക്ക് കൺസോലേഷൻ അല്ലെ, സമാധാനിപ്പിക്കുകയാണ്, സിമ്പത്തൈസ് ചെയ്യാണ്. ഐ ആം ഹിയർ ഫോർ യു ഇഫ് യു നീഡ് ടു ടോക്ക്. അതുപോലെ തന്നെ ദാറ്റ് സൗണ്ട്സ് ചാലഞ്ചിങ്, ദാറ്റ് സൗണ്ട്സ് എക്സ്ട്രീം ചാലഞ്ചിങ് ആണ്, എനിക്കറിയാം അല്ലെ. ഐ ആം സോറി ടു ഹിയർ ദാറ്റ്. അതൊരു സിംപ്ലി ജസ്റ്റ് എംപതൈസ് ചെയ്യുന്നതാണ് അല്ലെ, സിംപതൈസ് ചെയ്യുന്നതാണ്. ഐ ആം സോറി ടു ഹിയർ ദാറ്റ്. നെക്സ്റ്റ് വൺ, എക്സ്പ്രസിങ് എക്സൈറ്റ്മെന്റ്. എങ്ങനെ നമുക്ക് നമ്മുടെ എക്സൈറ്റ്മെന്റ് എങ്ങനെ അല്ലെ. ചിലപ്പോൾ ചില കാര്യങ്ങളൊക്കെ നമ്മുടെ അനദർ എൻഡിൽ വരുന്ന നമ്മൾ സംസാരിക്കുന്ന ആള് അല്ലെ നമ്മളെ എക്സൈറ്റ് ചെയ്യിക്കുന്ന രൂപത്തിൽ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടായിരിക്കും. പല കോൺവെർസേഷനിൽ വരുന്ന ഒരു ടോപ്പിക്കാണ്. പക്ഷെ ഈ എക്സൈറ്റ്മെന്റ് ഒക്കെ നിങ്ങൾ കോൺഷ്യസ് ആയിട്ട് കോൺവെർസേഷൻ കൊണ്ടുവരിക എന്നുള്ളതാണ്. പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? കോൺവെർസേഷൻ വരട്ടെ ഉപയോഗിക്കാന്ന് വിചാരിച്ച് നിൽക്കരുത്. നിങ്ങളാണ് കോൺവെർസേഷൻ ഡയലോഗ്സ് പിന്നെ പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പം സ്വാഭാവികമായിട്ടും ഇതിനുള്ള സാഹചര്യം നിങ്ങളായിട്ട് ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ, അപ്പം നോക്കാം നമ്മൾ എക്സ്പ്രസിങ് എക്സൈറ്റ്മെന്റ് എങ്ങനെയാണ് നമ്മൾ കാണിക്കേണ്ടത് അല്ലെ. ഐ കാൺ വെയിറ്റ് ടു, ഐ കാൺ വെയിറ്റ് ടു. എന്തെങ്കിലും സംഭവിക്കുന്ന സമയത്ത് ഐ കാൺ വെയിറ്റ് യു അല്ലെ, എനിക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, ഈക്വലി വെയിറ്റിംഗ് ആണ് അല്ലെ. ഐ ആം സോ എക്സൈറ്റഡ് അബൌട്ട് അല്ലെ. ഓഹ്, ഞാൻ ഇതിനെ കുറിച്ച് എന്ത് ചെയ്യാണ്, വളരെ എക്സൈറ്റഡ് ആയിട്ടിരിക്കുകയാണ്. നിന്റെ അറൈവൽ വെയിറ്റ് ചെയ്തുകൊണ്ട് ഞാൻ വളരെ എക്സൈറ്റഡ് ആണ്. ഐ ആം റിയലി ലുക്ക് ഫോർവേഡ് ടു അല്ലെ. അതുപോലെ തന്നെ നേരത്തെ നമ്മൾ പറഞ്ഞപ്പോൾ തന്നെ റിയലി അല്ലെ എക്സൈറ്റഡ് ആണ്. നിങ്ങൾ അറൈവൽ അല്ലെങ്കിൽ നിങ്ങളൊരു കാര്യം കേൾക്കാൻ വേണ്ടിയിട്ടൊക്കെ ഞാൻ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഐ ആം റിയലി ലുക്കിംഗ് ഫോർവേഡ് ടു. ഐ ആം ത്രിൽഡ് ദാറ്റ് അല്ലെ. ചിലപ്പോൾ നമ്മൾ പറയും എക്സൈറ്റ്മെന്റ് വളരെ ഞാൻ എന്ത് ത്രില്ലടിച്ചു പോയിട്ടുണ്ട്. ഐ ആം അബ്സല്യൂട്ട്ലി പംപ്ഡ് അല്ലെ. എന്ത് ചെയ്തു അല്ലെ. ഇതുപോലെ നമ്മൾ എക്സൈറ്റ്മെന്റ് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള എക്സ്പ്രഷൻസ് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. മറ്റൊന്ന് എക്സ്പ്രസിങ് കൺസേൺ അല്ലെ. ചില സമയങ്ങളിൽ നമ്മളോട് സംസാരിക്കുന്ന ആളുകളുടെ കൺസേൺ അല്ലെ, നമ്മളൊരു പരിഗണന അല്ലെ, അവരെ കുറിച്ചുള്ള അവരുടെ ഇഷ്യൂസിലൊക്കെ നമ്മളൊന്ന് അവരെ പരിഗണിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അവരുടെ പ്രോബ്ലംസും നമ്മുടെ കൺസിഡറേഷൻ ആണ് അല്ലെങ്കിൽ കൺസേൺ ആണെന്ന് കാണിക്കാൻ അല്ലെ. അപ്പൊ നോക്കി നിങ്ങൾ ആർ യു ഓക്കെ അല്ലെ. എന്തെങ്കിലും ഇഷ്യൂസോ അല്ലെങ്കിൽ കഴിഞ്ഞു വരുന്ന ആളൊക്കെ ആണെങ്കിൽ നമ്മൾ ചോദിക്കാറുണ്ട് ആർ യു ഓക്കെ, ഈസ് എവറിത്തിങ് ഓൾ റൈറ്റ്, എല്ലാം ഓക്കെ അല്ലേ. കാരണം അവരെ ബോഡി ലാംഗ്വേജോ ഫേഷ്യൽ എക്സ്പ്രഷൻസോ ഒക്കെ കണ്ട് നമുക്ക് തോന്നുന്നതായിരിക്കും എന്ത്, ഈസ് എവറിത്തിങ് ഓൾ റൈറ്റ്. യു സീം എ ബിറ്റ് ഓഫ്, ഈസ് സംതിങ് ബോദറിങ് യു, എന്തോ ഒരു പ്രശ്നം ബോദർ ചെയ്യുന്നുണ്ടോ, അതിനെ അലട്ടുന്നുണ്ടോ. ഈസ് ദെയർ എനിത്തിങ് ഐ ക്യാൻ ഡു ടു ഹെൽപ്പ്, ഈസ് ദെയർ എനിത്തിങ്
എന്തെങ്കിലും എനിക്ക് ചെയ്യേണ്ടതായിട്ട് എന്തെങ്കിലും ഉണ്ടോ? അല്ലേ? അപ്പം പ്രോബ്ലംസ് ആണ്, ഇഷ്യൂസ് ആണ് അദ്ദേഹം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം നമുക്ക് പറയാന് ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ, അല്ലേ? ഈസ് ദെയർ എനിത്തിങ് ഐ ക്യാൻ ഡു ടു ഹെൽപ്പ്, അല്ലേ? എന്താ ചെയ്യേണ്ടതായിട്ടുണ്ടോ? ഐ ആം ഹിയർ ഇഫ് യു നീഡ് ടു ടോക്ക്, അല്ലെ? നേരത്തെ നമ്മൾ ഉപയോഗിച്ചതാണ്, എക്സ്പ്രഷൻ ആണ്. അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് എങ്ങനെയാണ്? മാർക്സ് സ്കോർ ചെയ്യണമെങ്കിൽ, നല്ലൊരു മാർക്സ് സ്കോർ ചെയ്യണമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എക്സ്പ്രഷൻസിനെ മാക്സിമം ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ്. ഈ എക്സ്പ്രഷൻസ് ഉപയോഗിക്കേണ്ടത് നിങ്ങൾ കോൺവെർസേഷനിൽ നേരത്തെ ഈ പറഞ്ഞ ഓരോ ഏരിയകൾ നോക്കി വെച്ച് ഇതുപോലുള്ള കോണ്ടെക്സ്റ്റ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുക, എന്നിട്ട് നിങ്ങൾ തന്നെ എക്സ്പ്രഷൻസ് ഉപയോഗിക്കുക. ആ സമയത്ത് എക്സ്പ്രഷൻസ് കാണുന്ന സമയത്താണ് വാല്യൂ ചെയ്യുന്ന ആൾ കുറച്ചും കൂടെ കോൺവെർസേഷന് കൂടുതൽ മാർക്സ് തരുന്നത്. അല്ലാതെ സാധാരണഗതിയിൽ കോൺവെർസേഷൻ നമുക്ക് ആസ് യൂഷ്വലി ഡേ ടു ഡേ ലൈഫിൽ ഉപയോഗിക്കുന്ന രൂപത്തിൽ ആർക്കും എഴുതി വെക്കാം. പക്ഷെ കോൺവെർസേഷൻ കുറച്ചും കൂടെ എന്താവണം? കുറച്ചുകൂടെ എക്സ്പ്രഷൻസ് കൊണ്ടും വേർഡ്സ് കൊണ്ടൊക്കെ കുറച്ചും കൂടെ എന്താവണം? നിമിഡമാവണം. അപ്പൊ ഇത്രയാണ്, ഇത് വളരെ പ്രധാനപ്പെട്ട ടോപ്പിക്കുകൾ ഒന്നാണ്. അപ്പം എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു കോഴ്സിന്റെ താഴെ ക്വസ്റ്റ്യൻ ആൻസേഴ്സിനുള്ള ഓപ്ഷൻസ് ഉണ്ട്, അവിടെ വന്ന് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ടൈപ്പ് ചെയ്യാവുന്നതാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്കുള്ള ആൻസേഴ്സ് ഞാൻ ടൈപ്പ് ചെയ്ത് ടെക്സ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് തിരിച്ച് നൽകുന്നതായിരിക്കും. എനിവേ, നൗ ലെറ്റ് മീ സ്റ്റോപ്പ് ഹിയർ. ഹാവ് എ നൈസ് ഡേ.